സന്തോഷ് പണ്ഡിറ്റ് കേരള മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വായിക്കാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയാണ് കേട്ടോ ഞാനിത് പറയുന്നത്. എന്തായാലും നല്ല അടിപൊളി കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തത്, ഉടനെ തന്നെ മദ്യം നിരോധിക്കും. ലോട്ടറി തുടരും. സ്കൂളിലും കോളേജിലും ഒക്കെ രാഷ്ട്രീയം അവസാനിപ്പിക്കും. 1,50,000 കൂടുതൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം 1.5 ലക്ഷമായി നിജപ്പെടുത്തും. സൂപ്പർ. ജയിലിൽ ചിക്കൻ, മട്ടൺ, ബീഫ്, മീൻ അടക്കം നോൺ വെജ് അവസാനിപ്പിക്കും. വെജ് ഭക്ഷണം മാത്രം കൊടുക്കും. ഇപ്പൊ ജയിലിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന 640 രൂപ, 500 രൂപ കൂലിയൊക്കെ അവസാനിപ്പിക്കും. ആരെങ്കിലും കുറ്റം ചെയ്ത് ജയിലിൽ കിടന്നാൽ അവരുടെ ഭക്ഷണ ചിലവ് അവരുടെ വീട്ടുകാർ സർക്കാരിന് ഓരോ മാസവും തരണമെന്ന് നിയമം കൊണ്ടുവരും. അല്ലെങ്കിൽ കുറ്റവാളികളുടെ ബാങ്കിൽ നിന്നും എടുക്കും. ഇനി പുതിയ സംരംഭകർക്ക് അധികം നിയമ നൂലാമാലകളില്ലാതെ പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ സഹായിക്കും. ഇത് സംബന്ധിച്ച് ഒരു 100 ഓഫീസുകളിൽ നിന്നും NOC വാങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കും. ഇതോടെ കേരളം ബിസിനസ് ഫ്രണ്ട്ലി ആകും. അങ്ങനെ കേരളത്തിനൊരു ഇമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ പരമാവധി വിദേശ രാജ്യങ്ങളിൽ പോയി സർക്കാർ ഫണ്ട് നശിപ്പിക്കാതെ തന്നെ വിദേശ നിക്ഷേപം കേരളത്തിൽ എത്തിക്കുവാൻ സാധിക്കും. മലപ്പുറം ജില്ലയെ വിഭജിക്കും. തിരൂർ, മഞ്ചേരി എന്നീ പേരുകളിൽ പുതിയ ജില്ലകൾ ഉണ്ടാവും. പുതിയൊരു ജില്ലാ പഞ്ചായത്ത് വരുന്നതോടുകൂടി 300 കോടിയുടെ അധിക വികസനം അവിടെ നടക്കും. തെരുവ് നായ ശല്യം ശാശ്വതമായി പരിഹരിക്കുവാൻ വേണ്ടി അവയെ വന്ധ്യംകരണം ചെയ്ത് പ്രത്യേക ഷെൽട്ടറിൽ മാറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യും. അതോടെ കേരളത്തിൽ തെരുവ് നായ ശല്യം ഇല്ലാതാകും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പ്രത്യേക ഫണ്ട് ഇതിനായി കൊടുക്കും. ഭിക്ഷാടനം നിരോധിക്കും. ഭിക്ഷക്കാർക്ക് ഭക്ഷണം മാത്രം നൽകാവൂ എന്നുള്ള നിയമം കൊണ്ടുവരും. ചാരിറ്റി സഹായത്തിനായിട്ട് ലൈവ് ഇട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നവർ അതിന്റെ വിശ്വാസ്യത നിലനിർത്തുവാൻ വേണ്ടി ആ വീഡിയോയിൽ SP റാങ്കിലുള്ള പോലീസുകാരിൽ നിന്നോ സർക്കാർ മെഡിക്കൽ ഓഫീസർ വഴിയോ മാത്രം വീഡിയോ ചെയ്യേണ്ടി വരും. ഇതിന് വ്യക്തികളുടെ അക്കൗണ്ട് നമ്പർ അനുവദിക്കില്ല. SBIയുമായി ചേർന്ന് പ്രത്യേക ചാരിറ്റി സ്പെഷ്യൽ അക്കൗണ്ട് തുടങ്ങും. ഇതോടെ കിട്ടുന്നതിന്റെ 50:50 അടിച്ചു മാറ്റുന്ന നന്മ മരങ്ങൾ ജോലി അവസാനിപ്പിക്കുമെന്ന് കരുതാം. KSRTC അടക്കം എല്ലാ വാഹനങ്ങളിലും CCTV നിർബന്ധമാക്കും. 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള എല്ലാ വീട്, കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾക്ക് 4 ഭാഗവും CCTV നിർബന്ധമാക്കും. ഇതുവരെ വിമാനം, കപ്പൽ, ട്രെയിൻ യാത്രകൾ നടത്താത്ത ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കും. കേരളത്തിലെ എല്ലാവരെയും ഹാപ്പി ആക്കുന്നതാണ് ലക്ഷ്യം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടൂറിസത്തിലാണ്. ടൂറിസത്തിൽ ലോകത്ത് തന്നെ വലിയ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ടൂറിസ്റ്റ് ഹബ്ബാക്കും. പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ല കാര്യങ്ങൾ കൂടി ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകും. ലോഡ്ജിങ് കൂടുതൽ എളുപ്പമാക്കും. കഞ്ചാവ് മാഫിയ, MDMA, അവയവ മാഫിയ ഒക്കെ പൂട്ടുവാൻ പോലീസിന് ഫുൾ ഫ്രീഡം കൊടുക്കും. ആഴ്ചയിലെ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കും. പരാതി നൽകുവാൻ ഒരു ആപ്പ് ഉണ്ടാക്കും കേട്ടോ. അതിൽ മേൽ നടത്തിയ നടപടികളും അറിയിക്കും. സ്കൂൾ മെയ് 2-ന് തുറക്കും. എന്നിട്ട് മഴക്കാലം തുടങ്ങിയാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 2 തവണയായി 15 ദിവസം വീതം അവധി കൊടുക്കും. സർക്കാർ ഓഫീസുകൾ ശനിയാഴ്ച അവധിയാക്കും. പകരം 10 മുതൽ 5-ന് പകരം 9:15 AM to 5:30 PM ആക്കും. അവർക്ക് എല്ലാ വർഷവും മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ടൂർ പോകുന്നത് നിർബന്ധമാക്കും. ഇതിനായി 5 ലീവും യാത്രാക്കൂലിയും സർക്കാർ വഹിക്കും. പുതിയ റോഡ് നിർമ്മാണം പെട്ടെന്ന് ഏറ്റെടുക്കില്ല. ആദ്യം നിലവിലെ പോറ്റി പൊളിഞ്ഞു കിടക്കുന്ന പ്രധാന റോഡുകളും കട്ട് റോഡുകളും പഞ്ചായത്ത് റോഡുകളും റിപ്പയർ ചെയ്യിക്കും. അതിനുശേഷം മാത്രം ഇനി പുതിയ റോഡ്. എല്ലാ മലയാളികളും രാവിലെ എഴുന്നേറ്റ് അല്പസമയം വ്യായാമം ചെയ്യുന്നത് നിർബന്ധമാക്കും. ഇതിനായി കുടുംബശ്രീയെ പദ്ധതി തയ്യാറാക്കുവാൻ ഏൽപ്പിക്കും. ഇതിലൂടെ ജീവിതശൈലി രോഗങ്ങൾ കുറയും. എല്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിലും സർക്കാർ സ്പോൺസേഡ് ഹോട്ടലുകൾ തുടങ്ങും. അവിടെ 25 രൂപയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം, 15 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 15 രൂപയ്ക്ക് രാത്രിയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കൊടുക്കും. 18 വയസ്സ് പൂർത്തിയായ അവിവാഹിതരായ എല്ലാ പെൺകുട്ടികൾക്കും 3000 രൂപ വെച്ച് മാസം കൊടുക്കും. പിന്നീട് ഭർത്താവ് മരണപ്പെട്ടവരെയും സീരിയസ് അസുഖം കാരണം തീർത്തും കിടപ്പിലായവരെയും പരിഗണിക്കും. KSRTCയിൽ ലാഭമാകുന്നതുവരെ പുതിയ നിയമനം നടത്തില്ല. നിലവിലോടുന്ന മുഴുവൻ റൂട്ടുകളും പുനഃപരിശോധിച്ച് കുറേ ബസ്സുകൾ മറ്റു റോഡുകളിൽ ഓടിക്കും.
KSRTC ടൂർ പാക്കേജ് കൂടുതൽ ബജറ്റ് ഫ്രണ്ട്ലി ആക്കും. ശബരിമല സീസണിൽ തീർത്ഥാടകരിൽ നിന്നും വാങ്ങുന്ന അധിക പൈസ ഒഴിവാക്കി സാധാരണ ഫെയർ മാത്രം വാങ്ങും. ജോലി എടുക്കാതെ ശമ്പളം വാങ്ങുവാൻ ആരെയും അനുവദിക്കില്ല. അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരെ മാത്രം വിദ്യാഭ്യാസ മന്ത്രിയാക്കി. സർക്കാർ സ്കൂൾ, കോളേജ് കൂടുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ കൊണ്ടുവന്ന് കിടുവാക്കും. സംസ്ഥാനം വിട്ടുപോയ രാജ്യം വിട്ടുപോകുവാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികളുമായി സംവദിച്ച് അവരുടെ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കും. സദാചാര പോലീസ് കളിക്കുവാൻ ആരെയും സമ്മതിക്കില്ല. പ്രായപൂർത്തിയായ ഒരു പുരുഷനും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും പഞ്ചാര അടിക്കുന്നത് നിയമപ്രകാരം ഒരു തെറ്റല്ല. എന്ന് സദാചാര ആങ്ങളമാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. ഇതിനായി കുറച്ച് പബ്ലിക് വീഡിയോസ് ഇടും. ലോഡ്ജിലും മറ്റും മുറിയെടുക്കുമ്പോൾ കൂടുതൽ ഇന്റർവ്യൂ നടത്തേണ്ട എന്ന് നിർദ്ദേശവും കൊടുക്കും. ഹെൽമറ്റ് വേട്ട അധികം സ്ട്രിക്റ്റായി ചെയ്യേണ്ട എന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കും. സ്വന്തം ജീവനിൽ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഹെൽമറ്റ് വെക്കട്ടെ. ഇനി അപകടം പറ്റിയാൽ, തലയ്ക്ക് പരിക്കു പറ്റിയാൽ ഇൻഷുറൻസ് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കും. അത്ര തന്നെ. ഗ്രാമസഭ എല്ലാ വാർഡുകളിലും സ്ട്രോങ് ആക്കും. അവർക്ക് ഫണ്ടും കൊടുക്കും. എല്ലാ വാർഡിലും 45+ പ്രായവും നിയമത്തിൽ വിവരവുമുള്ള ഒരു സ്ത്രീയായ വാർഡനും ഒരു പുരുഷനായ റിട്ടയർഡ് പോലീസ് ഓർ മിലിറ്ററി ഓർ LLB കഴിഞ്ഞ വാർഡനും ശമ്പളം കൊടുത്തു വെക്കുന്നു. ഇതിലൂടെ ഓരോ വാർഡിലും വീട്ടിലെ ആർക്കെങ്കിലും അസുഖം ബാധിച്ച് ആശുപത്രിയിലെത്തിയാൽ ആ വീട്ടിലെ കുട്ടികൾക്ക് ഭക്ഷണം ഫ്രീ ആയി എത്തിച്ചു കൊടുക്കും. വിവാഹം, മരണം, മറ്റു വിശേഷങ്ങൾ വരുമ്പോൾ ഇവർ സഹായിക്കും. എല്ലാ വീട്ടിലെയും താമസിക്കുന്നവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ സൂക്ഷിക്കണം. ബംഗാളികൾ വാടകയ്ക്ക് വാർഡിൽ എവിടെയെങ്കിലും താമസിച്ചാൽ അവരുടെ ആധാർ കാർഡ്, ഇലക്ഷൻ ID അടക്കം ഇവർ സൂക്ഷിക്കണം. കേരളത്തിൽ വന്ന് സ്ഥിരം ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലാത്ത എല്ലാ അന്യ സംസ്ഥാന തൊഴിലാളികളും നിർബന്ധമായും ഒരു പുതിയ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാക്കും. നിർമ്മാണ മേഖലയിലെ ഓണർ ഇവരെല്ലാം രജിസ്റ്റർ ചെയ്തവർ അല്ലേ എന്ന് പരിശോധിച്ചിട്ടേ ജോലി കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ഹെവി ഫൈൻ ഈടാക്കും. ജനങ്ങളുടെ സന്തോഷം വർദ്ധിക്കുന്നുണ്ടോ എന്നതാകും ഭരണ നേട്ടമായി നോക്കുന്നത്. അതിനായി ഓരോ വോട്ടർമാർക്കും ഓരോ ID നൽകി എല്ലാ വർഷവും ഓൺലൈനായി അത് അളക്കും. സർക്കാർ വക കാര്യങ്ങൾ അറിയിക്കുവാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം രാഷ്ട്രീയം കലർത്താതെ തുടങ്ങും. മദ്യവും ലോട്ടറിയും, ഹെൽമറ്റ്, എക്സ്ട്രാ പെറ്റി, ഭൂനികുതികൾ, മറ്റ് അല്ലറ ചില്ലറ സേവന നിരക്കുകൾ, ഫീസുകൾ, GST കൂടെ കേന്ദ്രത്തിൽ നിന്നുള്ള കടം വാങ്ങി ജീവിക്കുക എന്ന കേരള രീതി അവസാനിപ്പിക്കും. പുതിയ നികുതി സാധ്യത പരിശോധിക്കണം. കുറഞ്ഞ ചിലവിൽ മികച്ച ആരോഗ്യം എന്ന ആശയമാണ് നടപ്പിലാക്കുക. ഒരു വ്യവസായം അടച്ചുപൂട്ടാൻ 4 പേരുള്ള ഒരു ഈർക്കിലി പാർട്ടി വിചാരിച്ചാലും നടക്കും. ഒരു സംരംഭവും ഫാക്ടറിയും ആശുപത്രിയും അടച്ചുപൂട്ടുന്ന പ്രവണത ഇനി ഉണ്ടാക്കില്ല. സമരക്കാരുമായി സർക്കാർ ചർച്ച നടത്തും. പകർച്ചവ്യാധികൾക്ക് എതിരെ ശക്തമായ നടപടിയെടുക്കും. പുഴ മലിനമാക്കാതെ നോക്കും. പുതിയ എല്ലാ കടകൾക്കും തറനിരപ്പിൽ നിന്നും 1 നില താഴേക്ക് വാഹന പാർക്കിങ്ങിന് നിർബന്ധമാക്കും. രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് വനിതാ പോലീസിന്റെ സഹായത്തോടെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ, എയർപോർട്ട് എത്തുവാനും തിരിച്ചിൽ വീട്ടിലെത്തുവാനും സഹായിക്കുന്നു. ഇതിനായി ഒരു വനിതാ ആപ്പ് കൊണ്ടുവരും. മെഡിക്കൽ സയൻസിൽ മിനിമം വിവരമുള്ളവരെ മാത്രം ആരോഗ്യമന്ത്രിയാക്കും. മുഖ്യമന്ത്രി അടക്കം അസുഖം വന്നാൽ ജീവഭയമില്ലാതെ കേരളത്തിൽ തന്നെ ചികിത്സ നേടാവുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തും. സ്കൂൾ, കോളേജ്, സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഓൺലൈൻ മാത്രമാക്കും. ഫെസ്റ്റിവൽ, കോളേജ് ഡേ, ടൂർ ഒക്കെ ഹോളിഡേയ്സ് മാത്രമാക്കും. ഇവയിൽ ഏതെല്ലാം പോയിന്റ്സ് നിങ്ങൾ യോജിക്കുന്നു? പ്ലീസ് കമന്റ്. വാൽ കഷ്ണം. ഞാൻ മുഖ്യമന്ത്രി പോയിട്ട് ഒരു വാർഡ് മെമ്പർ പോലും ആകുവാൻ സാധ്യതയില്ലെന്നറിയാം. എങ്കിലും ഒരു സ്വപ്നം എഴുതിയതാ ഒരു രസത്തിന്. ബൈ സന്തോഷ് പണ്ഡിറ്റ്. പണ്ഡിറ്റിനെ പോലെ ആരുമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ്. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയൂ. എന്തായാലും എൻ്റെ അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ട്. മദ്യം നിരോധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ബാക്കിയുള്ള എല്ലാം നല്ല ഐഡിയകളാണ്. ഇത് വരുന്ന ഭരണാധികാരികൾ നടപ്പിലാക്കാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആശംസിക്കാം. കേരളത്തിന്റെ എല്ലാ മേഖലയിലും സമഗ്രമായ വികസനത്തിന് വളരെ ഗഹനമായി നിരീക്ഷണം നടത്തി ഉണ്ടാക്കിയ പോസ്റ്റാണ്. വളരെ ഗംഭീരം പണ്ഡിറ്റ് ജി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ. 18 കഴിഞ്ഞതോ കഴിയാതെയോ ആവട്ടെ, സ്ഥിരമായി ജോലിയില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികൾക്ക് എല്ലാവർക്കും 3000 രൂപ കൊടുക്കണമെന്നും ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സദാചാര പോലീസിനെ കുറിച്ച് പറഞ്ഞത് നന്നല്ല. കാരണം ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഇപ്പോഴത്തെ തലമുറ അത് ചൂഷണം ചെയ്യുമെന്നും ഒത്തിരി നിരീക്ഷണങ്ങളിൽ
പഠനങ്ങളിലും പരീക്ഷണങ്ങളിലും അടിസ്ഥാനമാക്കിയാണ് ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റിന് താഴെ കുറെ പേര് അനുകൂലിക്കുന്നു, കുറെ പേര് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 80-90% എല്ലാം നല്ല ഐഡിയാസ് ആണ്. ഇതൊക്കെ വരുന്ന ഭരണാധികാരികൾ ശ്രദ്ധിക്കട്ടെ. എന്തായാലും ഇനി ഇതുപോലെയുള്ള അടിപൊളി എഴുത്തുകളൊക്കെ എഴുതാൻ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ആശംസകൾ കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഴുതൂ.